പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. ഒരു പോലീസ് വാഹനം ഒരു പോലീസ് ബസ് ഒരു ക്യാമ്പ് നടക്കുകയാണ്. ക്യാമ്പ് കഴിഞ്ഞിട്ട് ആ ബസ് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് കാട്ടിനകത്തു കൂടെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു നിശ്ചിത സ്ഥലത്ത് എത്തിയപ്പോൾ ബസ് അങ്ങ് നിന്നുപോയി. ഈ ബസ് എന്താണ് നിന്നതെന്ന് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇറങ്ങി അവരെല്ലാം വന്നു. ആ ബസ് ചെക്ക് ചെയ്യുകയാണ്. എന്താ പറ്റിയത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ അവരങ്ങനെ നിന്ന് വളരെ വിഷമിച്ചു. കാടും കൂടെയാണ്, വളരെ വിഷമിച്ചു. അങ്ങനെ നോക്കുമ്പോൾ വളരെ ദൂരത്ത്, അല്പം ദൂരമായിട്ട്, എന്ന് വെച്ചാൽ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ, ആ ദൂരത്ത് ഒരു വെളിച്ചം കാണുന്നു. ഇവർ പോലീസുകാരല്ലേ, ഇവരിതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പതുക്കെ ഇവരിൽ 2-3 പേർ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ കുടിലാണ്. ആ കുടിലിനകത്തൊരു മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിൽ അപ്പനും അമ്മയും ഇരിക്കുന്നു. തൊട്ടിപ്പുറത്ത് 3 കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നു. അപ്പോൾ അമ്മയും അപ്പനും കരയുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല, അമ്മയും അപ്പനും കരയുന്നുണ്ട്. കാടാണ്, കൊടുങ്കാടല്ല, നോർമലിയുള്ള കാടുകളുണ്ടല്ലോ. അപ്പം കരയുന്നുണ്ട്, അമ്മയും അപ്പനും കരയുന്നുണ്ട്. എന്താണെന്ന് കാര്യം ആർക്കും അറിയില്ല. അപ്പം ഇവർ വാതിൽ മുട്ടിപ്പോൾ അവർ ഞെട്ടിപ്പോയി. പറഞ്ഞു, പേടിക്കണ്ട, വാതിൽ തുറക്കുക, ഞങ്ങളാണ് എന്ന് പറഞ്ഞ് പോലീസുകാർ അവർ വാതിൽ തുറന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പം അവർ പേടിച്ചു പോയി. പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്. 3 ദിവസമായി കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്. ഞങ്ങളും പട്ടിണിയാണ്. ഞങ്ങൾ വേറൊരു മതത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾ വേറൊരു വിശ്വാസത്തിലേക്ക് പോയതിൻ്റെ പേരിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് പടിയടിച്ച് പെണ്ണം വെച്ചു. ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വണ്ടിക്കകത്ത് കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു പകൽക്കാലം. ഇവർ കഴിച്ചതിൻ്റെ ബാക്കി തിരിച്ചു പോകുമ്പോൾ അവർ കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചതാണത്. ഇവരെന്ത് ചെയ്തു, ആ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. എന്നിട്ട് ആ പോലീസുകാരൻ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് പൈസയും എടുത്തു കൊടുത്തു. അവർ തിരിച്ച് വണ്ടി ചെന്ന് പാത്രങ്ങളെല്ലാം കയറ്റി വെച്ചു. വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി, വണ്ടി സ്റ്റാർട്ടായി. പ്രിയരെ, കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗത്തിനും അതതിൻ്റെ തീനൊരുക്കി കൊടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ചെറുതാകട്ടെ വലുതാകട്ടെ പ്രശ്നങ്ങൾ നമ്മളാരും കാണുന്നില്ല. പ്രാർത്ഥിക്കുന്ന നിൻ്റെ വിഷയം സ്വർഗത്തിലെ ദൈവം കാണും. നിനക്ക് വേണ്ടി വരേണ്ട ആളുകളെ ദൈവം അയച്ചിരിക്കും കേട്ടോ. നിശ്ചയമായിട്ടും ദൈവം അയച്ചിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല. ദൈവം കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു.